അടുത്ത ഫൈലം നോൺ കോഡേറ്റ ഫൈലത്തിലേക്ക് പോവാണ്. ഫൈലം പ്ലാറ്റിഹെൽമിന്തസ് ആണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. ഇതിനകത്ത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വിരകളെ കുറിച്ചാണ് പഠിക്കുക. ഇതിനെ ആഷ് ഹെൽമിന്തസ് എന്നാണ് ഈ ഫൈലത്തിന് പറയുക. ഫൈലം ആഷ് ഹെൽമിന്തസ്. ഹെൽമിന്ത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ അറിയാം. എന്താണ് ഹെൽമിന്ത് എന്ന് പറഞ്ഞാൽ? വേംസ് എന്നാണ് അർത്ഥം. അവിടെ നമ്മൾ ഫ്ലാറ്റ് വേംസ് അല്ലെങ്കിൽ പരന്ന വിരകളെ കുറിച്ചാണ് പഠിച്ചത്. ഇവിടെ നമ്മൾ പറയുന്നത് ആഷ് ഹെൽമിന്തുകളാണ്. ആഷ് എന്ന് പറഞ്ഞാൽ ഇത് റൗണ്ട് വേംസ് എന്നാണ് ഇതിന് പറയുക. റൗണ്ട് വേംസ് വരുന്ന ഗ്രൂപ്പാണ് ഇത്, റൗണ്ട് വേംസ്. ഇതിനകത്ത് വരുന്ന ഓർഗാനിസംസ് എന്ന് പറയുന്നത് പരന്നവരല്ല, ഉരുണ്ട വിരകളാണ്, ഇങ്ങനെ ഇരിക്കുന്ന ബോഡി ഉള്ളവരാണ് ഇതിനകത്ത് വരുന്ന ഓർഗാനിസംസ്, റൗണ്ട് വേംസ്. ഇതിനകത്ത് രണ്ട് ചെറിയ ക്വസ്റ്റ്യനുകളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ചോദിക്കുക. അപ്പം ഓർഗാനിസംസ് എങ്ങനെയാണ്, ഇതിൻ്റെ നേച്ചർ എങ്ങനെയാണ്, ജനറലായിട്ട് അവർ പുറത്തെങ്ങനെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ ഗ്രൂപ്പ് ഓർഗാനിസംസ് ഉണ്ട്. പാരസൈറ്റുകളുണ്ട്, കൂടുതലും പാരസൈറ്റുകളുണ്ട്. എന്നാലും ഇതിനകത്ത് പാരസൈറ്റുകളുണ്ട്, ഫ്രീ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്, അതുപോലെ തന്നെ ടെറസ്ട്രിയൽ ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്, അക്വാട്ടിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്. എല്ലാ തരത്തിലുള്ള ഓർഗാനിസംസും ഇതിനകത്ത് വരുന്നുണ്ട്. ടെറസ്ട്രിയൽ ആയിരിക്കാം, അക്വാട്ടിക് ആയിരിക്കാം, പാരസൈറ്റിക് ആയിരിക്കാം, ഫ്രീ ലിവിങ് ആയിരിക്കാം, അങ്ങനെ എല്ലാ ഗ്രൂപ്പുകളും ഇതിനകത്ത് വരുന്നുണ്ട്. റൗണ്ട് വേംസ് ആണ്. അതുപോലെ തന്നെ ഇതുപോലെ ജനറൽ ആയിട്ടുള്ള ക്യാരക്ടർ എല്ലാ തരത്തിലുള്ള ഓർഗാനിസംസും ഇതിനകത്ത് വരും. ഇവരുടെ ബാക്കിയുള്ള പ്രോപ്പർട്ടികൾ, ഇവരുടെ ഇവരുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നോക്കിയാൽ ഇത്രയും നേരം നമ്മൾ പഠിച്ചതിനകത്ത് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ വരെയാണ് പഠിച്ചു നിർത്തിയത്. ഇവിടെ എന്ന് പറയുന്നത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് ഉണ്ടാകുക. അതായത് എന്തെങ്കിലും ഫിസിയോളജിക്കൽ പ്രോസസ്സ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഗൻ അല്ല ഉണ്ടാകുക, ഓർഗൻ സിസ്റ്റംസ് ആയിരിക്കും ഉണ്ടാകുക. ഇപ്പോൾ പാരസൈറ്റിക് അല്ലാത്ത ഓർഗാനിസംസ് ആണെങ്കിൽ അവർക്ക് അലിമെൻ്ററി സിസ്റ്റം ഉണ്ടാകും, റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ടാകും, എക്സ്ക്രീറ്ററി സിസ്റ്റം ഉണ്ട്. അതിന് കൃത്യമായിട്ട് കുറച്ച് ഓർഗനുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും അതിനകത്ത് കാണപ്പെടുക. ഓർഗൻ സിസ്റ്റം ഓഫ് ഓർഗനൈസേഷൻ ആണ് കാണപ്പെടുക. ഇനി ബാക്കി നേച്ചറിലൊക്കെ എന്ത് ചെയ്യുന്നു? പഴയത് തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ ആ ക്യാരക്ടേഴ്സ് തന്നെയാണ് ഇവിടെ പറയേണ്ടത്. ഇവരുടെ ബ്ലാസ്റ്റിക് കണ്ടീഷൻ എങ്ങനെയായിരിക്കും? നമ്മൾ ആൾറെഡി ട്രിപ്ലോബ്ലാസ്റ്റിക് തുടങ്ങിയത് കൊണ്ട് ഇവിടെ ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ തന്നെയാണ്. ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ആണ്. സിമെട്രി കഴിഞ്ഞ ഫൈലത്തിൽ തന്നെ ബൈലാറ്ററലി സിമെട്രിക്കൽ തുടങ്ങിയതുകൊണ്ട് ഇവിടെയും ബൈലാറ്ററലി സിമെട്രിക്കലാണ്. അപ്പോൾ ബൈലാറ്ററലി സിമെട്രിക്കലാണ്. അതുപോലെ തന്നെ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. ട്രിപ്ലോബ്ലാസ്റ്റിക് പറയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇതിൻ്റെ സീലോമിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ ട്രിപ്ലോബ്ലാസ്റ്റിക് തന്നെയായിരുന്നു, പക്ഷേ സീലോം ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ പ്രത്യേകത ഇവർ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, മീസോഡം പ്രസന്റ് ആണ്. മീസോഡം വെച്ച് കവർ ചെയ്ത ഒരു സീലോം ഇവർക്ക് ഉണ്ടാകും, പക്ഷേ അത് പ്രോപ്പറായിട്ട് ഉള്ള സീലോം അല്ല. ആ മീസോഡമിന് നമ്മൾ പറയുന്ന എക്ടോഡം, മീസോഡം, എൻഡോഡം, ഈ സ്പേസിനെയാണ് നമ്മളെന്ത് വിളിച്ചത്? സീലോം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് അലിമെൻ്ററി കനാലിൻ്റെ ട്യൂബാണ്. ഇതിൻ്റെ പുറത്തുള്ള ഈ മീസോഡമുള്ള ഈ ലെയറിനെയാണ്, അല്ലെങ്കിൽ ഈ ക്യാവിറ്റിയെ വിളിക്കുന്ന പേരാണ് സീലോം എന്ന് പറഞ്ഞത്. പക്ഷേ പ്ലാറ്റിഹെൽമിന്തസിൻ്റെ പ്രത്യേകത, ഈ 3 പാളികൾ ഉണ്ടെങ്കിൽ പോലും ഈ നടുക്കത്തെ ഈ സ്ഥലം ഫ്രീ ആയിട്ടിരിക്കില്ല. ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ നമ്മൾ അതിനെ ട്രൂ സീലോം അല്ലെങ്കിൽ ശരിയായിട്ടുള്ള സീലോം എന്ന് പറയുമായിരുന്നുള്ളൂ. ഇവിടെ ഗ്യാപ്പ് ഉണ്ടെങ്കിലും ആ ഗ്യാപ്പ് ചില ടിഷ്യൂസ് വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ വരുമ്പോൾ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥലം ഉണ്ട്. എന്നാൽ സ്ഥലം ഇവിടെ നിന്ന് കാണിച്ചു തരാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാം ടിഷ്യൂ നിറഞ്ഞിരിക്കുന്നുണ്ട്, അത് കാണിച്ചു കൊടുക്കാനും പറ്റില്ല, സ്ഥലമില്ലാതെ വരികയും ചെയ്യും. അങ്ങനെയുള്ള സീലോമിനെയാണ് സ്യൂഡോ സീലോമേറ്റ് എന്ന് പറയുക. ഫാൾസ് സീലോം എന്നാണ് പറയുക. സ്യൂഡോ സീലോമേറ്റ് ഓർഗാനിസം. അപ്പോൾ ആദ്യത്തെ സീഡോ സീലോമേറ്റ് ഗ്രൂപ്പ് ആര്? പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അത് ആഷ് ഹെൽമിന്തസ് ആണ്. ആദ്യത്തെ സീലോമേറ്റ് ഗ്രൂപ്പ് ആര്? പ്ലാറ്റിഹെൽമിന്തസ് ആണ്. ആഷ് ഹെൽമിന്തസ് ആണ് സീഡോ സീലോമേറ്റ് ഗ്രൂപ്പുകാര്. പിന്നെ ഞാൻ പറഞ്ഞു ഇതിനകത്ത് വരുന്നത് പാരസൈറ്റിക് ഓർഗാനിസംസ് ഉണ്ടാകും. പിന്നെ അലിമെൻ്ററി കനാൽ, അലിമെൻ്ററി സിസ്റ്റം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള അലിമെൻ്ററി കനാലായിരിക്കും ഇവർക്ക് കാണപ്പെടുക. എങ്ങനെയുള്ള? മൗത്തിൽ തുടങ്ങി ഏനസിൽ അവസാനിക്കുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള അലിമെൻ്ററി കനാൽ ഇതിനകത്തുള്ള ഫ്രീ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസിൽ കാണപ്പെടും. പിന്നെ ഇവരുടെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിനെ കുറിച്ച്, എക്സ്ക്രീറ്ററി സിസ്റ്റം, ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ്റെ പേര് പ്രോട്ടോനെഫ്രിഡിയ എന്നാണ് പറയുക. എന്താണ് പറയുക? പ്രോട്ടോനെഫ്രിഡിയ. ഇനി
നമ്മൾ അടുത്ത ഫൈലം പഠിക്കുന്നതിനകത്ത് അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള നെഫ്രിഡിയ എന്ന് പറയുന്നത്. നെഫ്രിഡിയ എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായിട്ട് എക്സ്ക്രീഷന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്ക്രീറ്ററി ഓർഗനാണ് നെഫ്രിഡിയ എന്ന് പറയുന്നത്. അതിൻ്റെ ചെറിയ നെഫ്രിഡിയ പോലെ തന്നെ ഇരിക്കും, പക്ഷേ അതിൻ്റെ ഒരു ചെറിയ പ്രോട്ടോടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡൽ ഓർഗനാണ് പ്രോട്ടോനെഫ്രിഡിയ എന്ന് പറയുക. അപ്പോൾ അതാണ് ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ. എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ് ഫൈലം ആഷ് ഹെൽമിന്തസ് എന്ന് പറയുന്നത് പ്രോട്ടോനെഫ്രിഡിയയാണ്. ദെൻ ഇവരുടെ സെക്സിനെ കുറിച്ച് വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകത, സെക്സുകൾ ഇവിടെ തൊട്ട് സെപ്പറേറ്റ് ആണ്. മെയിൽ ഓർഗാനിസവും ഫീമെയിൽ ഓർഗാനിസവും സെപ്പറേറ്റ് ആണ്, ഡൈഷ്യസ് ആണ്. നമുക്ക് പുറമേ നിന്ന് നോക്കിയാൽ ആ ജീവിയുടെ പ്രത്യേകത നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, അല്ലെ പുറമേ നോക്കിയാൽ തന്നെ നമുക്ക് അത് മെയിൽ ഓർഗാനിസമാണോ ഫീമെയിൽ ഓർഗാനിസമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. ആരെ നമ്മുടെ മനുഷ്യരുടെ കാര്യത്തിൽ പറഞ്ഞാൽ ഒരാളിനെ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ നേച്ചർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് മെയിൽ ഓർഗാനിസമാണോ ഫീമെയിൽ ഓർഗാനിസമാണോ എന്ന് പുറമേ നിന്ന് തന്നെ മനസ്സിലാകും. ഇവിടെയും അതുപോലെ അവരുടെ സെക്സ് എന്ത് ചെയ്യാം, നമുക്ക് മോർഫോളജിക്കലായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. സെക്ഷൽ ഡയമോർഫിസം എന്നാണ് ആ പ്രത്യേകതയെ പറയുക. സെക്ഷൽ ഡയമോർഫിസം കാണിക്കുന്ന ഫൈലമാണ് ഫൈലം ആഷ് ഹെൽമിന്തസ്. ഇവിടെ മെയിൽ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ അവർ മെലിഞ്ഞിട്ടുള്ള ഓർഗാനിസംസ് ആണ്, അല്പം നീളം കൂടുതൽ ഉണ്ടാകും. നീളം കൂടുതലുള്ള അതുപോലെ തന്നെ മെലിഞ്ഞിട്ടുള്ള ഓർഗാനിസംസ് ആണ് മെയിൽ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ ഒരെൻഡ് ഇതുപോലെ കൂർത്തിരിക്കും, ഓപ്പോസിറ്റ് എൻഡ് ചെറുതായത് ഇങ്ങനെ കർവ് ചെയ്തിരിക്കും. ഇതാണ് മെയിൽ ഓർഗാനിസം വരിക. ഫീമെയിൽ ഓർഗാനിസം അങ്ങനെയല്ല, കുറച്ച് തടിച്ചിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും, അല്പം വണ്ണം കൂടുതലാണ്. അവരുടെ രണ്ട് എൻഡുകളും വീർത്തിട്ടുണ്ടാവും, രണ്ട് എൻഡുകളും ഇതുപോലെ കൂർത്തിട്ടുണ്ടാവും. രണ്ടെൻഡും കൂർത്ത് നടുക്ക് വീർത്തിരിക്കുന്ന ഓർഗാനിസംസ് ആണ് ആര്, ഈ ഇതിൻ്റെ അകത്തുള്ള ഫീമെയിൽ ഓർഗാനിസംസ്. രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഇതിനകത്ത് രണ്ട് എൻഡുകളും പോയിന്റഡ് ആണ്, കൂർത്തിരിക്കുന്നതാണ്. മെയിൽ ഓർഗാനിസത്തിൻ്റെ ഒരു എൻഡ് എന്ത് ചെയ്തിരിക്കും, കൂർത്തിട്ടുണ്ടാകും, മറ്റേ എൻഡ് അല്പം കർവ് ചെയ്തിട്ടുണ്ടാകും. ഇത് അല്പം ഫാറ്റി നേച്ചറിലുള്ളതാണ്, ഇത് അല്പം ലീനി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മെലിഞ്ഞിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും ഇതിനകത്തുണ്ടാകുക, മെയിൽ ഓർഗാനിസംസ് ആയിട്ട് വരിക. ഇതാണ് ഇവരുടെ നോർമലായിട്ടുള്ള ക്യാരക്ടേഴ്സ്, സെക്ഷൽ ക്യാരക്ടേഴ്സ് ഇങ്ങനെയാണ്. ദെൻ ഇവരുടെ ഫെർട്ടിലൈസേഷനെ കുറിച്ചും അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാരക്ടേഴ്സ് കംപ്ലീറ്റ് ആയി. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇവർ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ് കാണിക്കുക. ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ് അഡ്വാൻസ്ഡ് ക്യാരക്ടറാണ്, അത് ഇവർക്കുണ്ടാകും ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ് ഇവിടെ കാണപ്പെടുക. അഡൽട്ട് ഓർഗാനിസം എങ്ങനെ ഇരിക്കുമോ അതുപോലെ തന്നെ ആയിരിക്കും ഇവരുടെ കുഞ്ഞുങ്ങളും. ഇടയ്ക്കൊരു ലാർവൽ സ്റ്റേജ് ഉണ്ടാകുന്ന കണ്ടീഷൻ കുറവായിരിക്കും, അല്ലെങ്കിൽ അത് ഇല്ല എന്നല്ല, കംപ്ലീറ്റ് ഇല്ല എന്നല്ല, ഇത് രണ്ടും കാണിക്കും. പാരസൈറ്റുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് ലാർവൽ സ്റ്റേജുകൾ വരാം. അല്ലാത്ത ഓർഗാനിസംസ് ആണെങ്കിൽ ഇവർക്ക് ഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ് കാണിക്കുക. അപ്പോൾ അത് ഇവിടെ തൊട്ടാണ് ആ ഡെവലപ്മെൻറ്റിനകത്ത് ഡയറക്റ്റും ഇൻഡയറക്റ്റും നമ്മൾ ഡയറക്റ്റ് എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് ക്യാരക്ടർ മിക്സ് ചെയ്ത് വരുന്നത് ഇവിടെയാണ്. ഡെവലപ്മെൻറ്റ് മേ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ക്ലിയർ ആയോ? ദെൻ ഇതിനകത്ത് വരുന്ന ഓർഗാനിസംസ് ആരൊക്കെയാണെന്ന് പരിചയപ്പെടുക. പ്രധാനപ്പെട്ട ആളുകൾ, ഒന്ന് ഫൈലേറിയൽ വേം എന്ന് പറയും. ഫൈലേറിയൽ വേം അതായത് മന്തുവിര എന്ന് പറയുന്ന ഓർഗാനിസം. ഉച്ചറേറിയ എന്നാണ്, ഉച്ചറേറിയ വാങ്കോഫ്റ്റി എന്ന് പറയുന്ന ഓർഗാനിസമാണ് ഇതിനകത്ത് വരുന്നത്. ഉച്ചറേറിയ എന്നാണ് അതിന് പറയുക, ഫൈലേറിയൽ വേം. പിന്നെയുള്ള ഓർഗാനിസം എന്ന് പറയുന്നത് അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് എന്ന് പറയുന്ന ഓർഗാനിസം ഉണ്ട്. അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ്, അസ്കാരിസ് എന്നെങ്കിലും പഠിച്ചു വെച്ചേക്കുക. അസ്കാരിസ് അതാണ് നമ്മുടെ ടിപ്പിക്കലായിട്ടുള്ള റൗണ്ട് വേം എന്ന് പറയുന്നത്. ഈ സാധനമാണ്, വെള്ള നിറത്തിൽ കാണപ്പെടുന്ന നമ്മുടെ കുടലിൽ പാരസൈറ്റായിട്ട് കിടക്കുന്ന ഓർഗാനിസമാണ് അസ്കാരിസ്, അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ്. ഇനിയുള്ളത് അൻസൈലോസ്റ്റോമ എന്ന് പറയുന്നത്, അൻസൈലോസ്റ്റോമ ഡിയോഡനൈൽ എന്ന് പറയുന്ന ഓർഗാനിസം ഉണ്ട്. നമ്മളതിനെ ഹൂക്കുവേം എന്ന് പറയും, ഹൂക്കുവേം. അൻസൈലോസ്റ്റോമ ഡിയോഡനൈൽ, ഇതാണ് ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ഉച്ചറേറിയ വാങ്കോഫ്റ്റി അല്ലെങ്കിൽ ഫൈലേറിയൽ വേമാണ് എലിഫന്റിയാസിസ് അല്ലെങ്കിൽ മന്ത് എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്നത്. എലിഫന്റിയാസിസ് ഉണ്ടാക്കുന്ന ഓർഗാനിസത്തിൻ്റെ പേര് ഉച്ചറേറിയ അല്ലെങ്കിൽ ഫൈലേറിയൽ വേം എന്നാണ് പറയുക. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ ആഷ് ഹെൽമിന്തസ് എന്ന് പറയുന്ന ഫൈലത്തിനെ കുറിച്ച്. ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട പോയിന്റുകൾ, ഇവർ റൗണ്ട് വേംസ് ആണ്, ഉരുണ്ട വിരകളാണ്. ഇവർക്ക് പ്രോട്ടോനെഫ്രിഡിയ ആണ് ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ. സീഡോസീലോമേറ്റ്, ആദ്യത്തെ സീഡോസീലോമേറ്റ് ഗ്രൂപ്പുകാരാണ് ഇവർ. പിന്നെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ സെക്ഷൽ ഡയമോർഫിസം
മെയിലും ഫീമെയിലും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ ഇവർക്കുണ്ടാകും. മെയിൽ ഓർഗാനിസം ഒരറ്റം വൺ എൻഡ് പോയിന്റഡും മറ്റേ അറ്റം കർവ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ മെലിഞ്ഞ ആൾക്കാരാണ്, ലീൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ഫീമെയിൽ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ അല്പം ഫാറ്റി ആയിരിക്കും. അതുപോലെ തന്നെ രണ്ട് എൻഡുകളും കൂർത്തിട്ടുള്ള പോയിന്റഡ് എൻഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഇതിനകത്തുണ്ട്. മെയിലും ഫീമെയിലും നമുക്ക് സെപ്പറേറ്റ് തിരിച്ചറിയാൻ പറ്റും. ഈ സെക്ഷൽ ഡൈമോർഫിസവും സീഡോസിലോമേറ്റുമാണ് ഇതിനകത്ത് മറന്നുകൂടാത്ത രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ. ക്ലിയർ? അപ്പോൾ ഫൈലം ആർഷൽമിന്തസ് കംപ്ലീറ്റ് ആയി. അടുത്ത ഫൈലം അനലിഡ എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഫൈലം അനലിഡ ഞാൻ തുടക്കത്തിലുള്ള ക്ലാസ്സിലേ പറഞ്ഞിരുന്നു, എല്ലാ ഫൈലും പഠിക്കുമ്പോഴും അതിനകത്തൊരു ടിപ്പിക്കൽ ഒരു ഓർഗാനിസത്തിന് നമ്മളൊരു എക്സാമ്പിളായിട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഓക്കെ, ഇപ്പോൾ പ്ലാറ്റിഹെൽമിന്തസ് പഠിക്കുമ്പോൾ അതിനകത്ത് ടീനിയാസോളിയം അല്ലെങ്കിൽ ടേപ്പൂമിനെയാണ് നിങ്ങൾ ക്യാരക്ടേഴ്സ് എല്ലാം പറയാൻ വേണ്ടിയിട്ട് മനസ്സിൽ ഓർത്ത് വെച്ചേക്കേണ്ട ഓർഗാനിസം. ആർഷൽമിന്തസ് പഠിക്കുമ്പോൾ അതിനകത്ത് അസ്കാരിസ് എന്ന് പറയുന്ന മെയിലും ഫീമെയിലും സെപ്പറേറ്റ് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഓർഗാനിസത്തിനെ മനസ്സിൽ ഓർത്ത് വെച്ചേക്കാം. ഇവിടെ നമ്മൾ അനലിഡ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ഓർക്കാൻ എളുപ്പമുള്ള ഒരു ഓർഗാനിസം എന്ന് പറയുന്നത് എർത്തുവമാണ്, മണ്ണിരയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈലത്തിലേക്ക് കിടക്കാം. ഫൈലം അനലിഡയുടെ പ്രത്യേകത, ഇതിനകത്ത് വരുന്ന ഓർഗാനിസം ഒരു റൗണ്ട് ഷേപ്പൊക്കെ ഉള്ള ഓർഗാനിസംസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ചോദിക്കും ഇതിനകത്ത് ആർഷൽമിന്തസിനകത്ത് ഇട്ടൂടെ എന്ന്. ആർഷൽമിന്തസിനകത്ത് ഇടാൻ പറ്റാത്ത രീതിയിൽ ഇവർക്ക് അവരെക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ക്യാരക്ടേഴ്സ് ഇവർക്ക് ഉണ്ടായിരിക്കും. എന്തൊക്കെ പ്രത്യേകതകളാണെന്ന് നോക്കിയോ? ആർഷൽമിന്തസിനേക്കാളും ഇവർക്ക് എന്തൊക്കെ പ്രത്യേകത ഉണ്ട്, അല്ലെങ്കിൽ പ്ലാറ്റിഹെൽമിന്തസിനേക്കാളും എന്തുമാത്രം ഇവർ അഡ്വാൻസ്ഡ് ആണെന്ന് ഈ ഫൈലത്തിൻ്റെ ക്യാരക്ടേഴ്സ് പറയുമ്പോൾ മനസ്സിലാവും. അനലിഡയിൽ വരുന്ന ഓർഗാനിസംസിനെ സെഗ്മെന്റഡ് വേംസ് എന്നാണ് പറയുക. അനലിഡ ഓർഗാനിസംസിന്റെ പ്രത്യേകത ഇവരും വേംസ് തന്നെയാണ്, അവർ സെഗ്മെന്റഡ് വേംസ് ആണ്. സെഗ്മെന്റഡ് വേംസ് എന്നാണ് പറയുക. ശരീരം ഇതാണ് ബോഡി എങ്കിൽ എന്ത് ചെയ്യും, ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ടാവും. സെഗ്മെന്റഡ് വേംസ് ആണ് ഇതിനകത്ത് ഉണ്ടാകുന്ന ഓർഗാനിസംസ്, സെഗ്മെന്റഡ് വേംസ്. ഈ സെഗ്മെന്റ് ചെയ്യുന്ന പ്രത്യേകത തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതും കൂടെ പറഞ്ഞുതരാം. എന്താണ്, ഇവരുടെ ബോഡിയെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കഷ്ണങ്ങളായിട്ട്, കമ്പാർട്ട്മെൻറ്റുകളായിട്ട് മുറിച്ചിട്ടുണ്ടാകും ശരീരത്തിൽ. നമ്മളിപ്പോൾ മണ്ണിരയെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു നോക്കിയാൽ, വെട്ടത്തിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു നോക്കിയാൽ കാണാൻ പറ്റും, ഇങ്ങനെ റിങ്ങുകളായിട്ടുള്ള ശരീരമായിരിക്കും അവർക്കുണ്ടാകുക. അപ്പോൾ ആ ശരീരത്തിനെ പല കഷ്ണങ്ങളായിട്ട് മുറിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേര് മെറ്റാമറൈസേഷൻ എന്നാണ് പറയുക. മെറ്റാമറൈസേഷൻ. ഇത് ആരുമായിട്ട് കമ്പയർ ചെയ്ത് ചോദിക്കും? ഫൈലം സിലിണ്ടറേറ്റയിലെ മെറ്റാജെനിസിസുമായിട്ട് കമ്പയർ ചെയ്ത് ചോദിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ് മെറ്റാമറൈസേഷൻ. അങ്ങനെയുള്ള ഓരോ സെഗ്മെന്റുകളെയും വിളിക്കുന്ന പേര്, the segmentation of body is called metamerization and each segment is called metameres എന്ന് പറയും. മെറ്റാമിയേഴ്സ്. ഓരോ മെറ്റാമിയറുകൾക്കകത്തും അവരുടെ ജോഡികളായിട്ട് അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ഉണ്ടാകും, റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറുകൾ ഉണ്ടാകും. അങ്ങനെ, അതായത് ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ് പോലെ ആയിരിക്കും ഇതിൻ്റെ ബോഡിയെ കമ്പാർട്ട്മെൻറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ടാകും. മെറ്റാമറൈസേഷൻ. അങ്ങനെയുള്ള ബോഡി ഉള്ളവരെയാണ് എന്ത് വിളിക്കുക? സെഗ്മെന്റഡ് വേംസ് എന്ന് പറയുക. അല്ലെങ്കിൽ ഫൈലം അനലിഡയിൽ ഇതാണ് പഠിക്കുക. ഫൈലം അനലിഡയിൽ വരുന്ന ഓർഗാനിസത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് മെറ്റാമറൈസേഷൻ. ഓരോ സെഗ്മെന്റുകളെയും വിളിക്കുന്ന പേര്, ഈച്ച് സെഗ്മെന്റ് ഈസ് കാൾഡ് മെറ്റാമിയേഴ്സ്. ഇനി ഇവരുടെ ജനറൽ ആയിട്ടുള്ള പ്രത്യേകതകൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ, നമ്മൾ അഡ്വാൻസ്ഡ് ക്യാരക്ടറൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്? ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഇനി സിമെട്രി നോക്കിക്കഴിഞ്ഞാൽ ബൈലാറ്ററലി സിമെട്രിക്കലാണ് അവരുടെ പ്രത്യേകത. പിന്നെ നമ്മൾ അടുത്ത സീലോമിനെ കുറിച്ച് പറയാണ്. കുറച്ച് ആർഷൽമിന്തസിനകത്ത് പഠിച്ചു നിർത്തിയത് സീഡോസീലോമേറ്റ് ആണ്. അങ്ങോട്ട് പ്ലാറ്റിഹെൽമിന്തസിനകത്ത് എസീലോമേറ്റ്, ആർഷൽമിന്തസിനകത്ത് സീഡോസീലോമേറ്റ്. ഇനി ഇവിടെ മുതൽ അങ്ങോട്ട് സീലോമേറ്റുകളായിരിക്കും. കൃത്യമായിട്ട് മീസോഡേം വെച്ച് കവർ ചെയ്തിട്ടുള്ള ഒരു സീലോം ഉണ്ടായിരിക്കും. സീലോമേറ്റ് ഓർഗാനിസംസ് ആണ് ഇവരെല്ലാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ഈ ഓർഗാനിസത്തിൻ്റെ ബോഡി സർഫസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന കേസ് പറഞ്ഞായിരുന്നു. ഇനി ഇതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഓർഗാനിസത്തിനെ ഞാൻ പരിചയപ്പെടുത്താം. അതിൻ്റെ പേര് നീറിസ് എന്നാണ് പറയുക. നീറിസ് എന്ന് പറയുന്ന ഓർഗാനിസം. നീറിസിനെ അറിയപ്പെടുന്നത് സാൻഡ്വേം എന്നാണ് പറയുക, അല്ലെങ്കിൽ ഒരു മറൈനായിട്ടുള്ള ഒരു അനലിഡാണ് ആര്? നീറിസ് എന്ന് പറയുക. ഈ നീറിസിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ബോഡിയിൽ ഇൻഡെഗുമെന്റ് ഓവർ അപ്പൻഡേജസ് നമ്മൾ ഡെഫിനിഷൻ പറയും. ഇൻഡെഗുമെന്റ് എന്ന് പറഞ്ഞാൽ സ്കിൻ, ഓവർ അപ്പൻഡേജസിന്റെ പുറത്ത്. അപ്പൻഡേജസ് എന്ന് പറഞ്ഞാൽ അവയവങ്ങളുടെ പുറത്തുള്ള സ്കിന്നിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക?
ഇൻഡെഗുമെന്റ് ഓവർ അപ്പൻഡേജസ് എന്ന് പറയുക. ഈ ഇൻഡെഗുമെന്റ് ഓവർ അപ്പൻഡേജസ് എന്ന് പറയുന്ന അവയവങ്ങളെ അല്ലെങ്കിൽ ആ സ്ട്രക്ചറുകളെ വിളിക്കുന്ന പേര് പാരാപോഡിയ എന്നാണ് പറയുക. എന്താണ് പറയുക? പാരാപോഡിയ. പാരാപോഡിയ. ഈ പാരാപോഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവര് ലോക്കോമോഷൻ നടത്തുക. ഇവര് സഞ്ചരിക്കുന്നത് ഈ പാരാപോഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് നീറിസ് അല്ലെങ്കിൽ സാൻഡ്വം അല്ലെങ്കിൽ മറൈൻ അനലിഡ് ആയിട്ടുള്ള നീറിസ് സഞ്ചരിക്കുന്നത്, ലോക്കോമോട്ടറി ഓർഗൻ. അതുപോലെ തന്നെ ഇവരുടെ റെസ്പിറേഷനും ഇതിനകത്തൂടെയാണ് നടക്കുക. റെസ്പിറേറ്ററി ഓർഗനായിട്ട് ഉപയോഗിക്കുന്നതും പാരാപോഡിയ. ഇസ് ദ റെസ്പിറേറ്ററി ആൻഡ് ലോക്കോമോട്ടറി ഓർഗൻ ഓഫ് നീറിസ്. പാരാപോഡിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗനെ കുറിച്ച് പറയുക. എക്സ്ക്രീറ്ററി ഓർഗൻ്റെ പ്രത്യേകത, ഇതിന് നെഫ്രിഡിയ എന്നാണ് പറയുന്നത്. ഫൈലം അനലിഡയുടെ എക്സ്ക്രീറ്ററി ഓർഗൻ്റെ പേര് നെഫ്രിഡിയ. എന്താണ് നെഫ്രിഡിയ? നമ്മൾ ആർഷിമെന്തസിനകത്ത് പഠിച്ചത് പ്രോട്ടോ നെഫ്രിഡിയ എന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ നെഫ്രിഡിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ വെറുതെ ഒന്ന് എഴുതി വെച്ചേക്കുക. പെയ്ഡായിട്ടുള്ള ഓർഗൻസ് ആണ്, ജോഡികളായിട്ടുള്ള ഓർഗൻസ് ആണ്. ഒരു പ്രത്യേകത നെഫ്രിഡിയയുടെ കാര്യമാണ് പറയുന്നത്. പെയ്ഡ് ഓർഗൻസ് ആണ്, കോയിൽഡ് ട്യൂബുകളാണ്. കോയിൽഡ് ട്യൂബുകൾ ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന കുഴലുകളാണ്. ദേ ആർ സെഗ്മെന്റലി അറേഞ്ച്ഡ്. ഓരോ സെഗ്മെന്റിലും കാണപ്പെടുന്നതാണ്, ഓരോ കഷ്ണത്തിനകത്തും അറേഞ്ച് ചെയ്തിട്ടുള്ള. ഇപ്പോൾ ഡെഫിനിഷൻ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞാൽ സെഗ്മെന്റലി അറേഞ്ച്ഡ് പെയ്ഡ് കോയിൽഡ് ട്യൂബുകളാണ് ആര്? നെഫ്രിഡിയ. അതെങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ട്യൂബ് ഇങ്ങനെ കിടക്കുന്ന ട്യൂബിൻ്റെ ഒരറ്റം ഇതുപോലെ ഫണല് പോലെ കപ്പ് പോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. മറ്റേ അറ്റം ഇതിൻ്റെ ബോഡി വാളിൽ വന്നിട്ട് തുറക്കും. അപ്പോൾ ഇത് ഓരോ സെഗ്മെന്റിലും കാണപ്പെടും. ഇതുപോലെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ടാകും. ഒരു സെഗ്മെന്റിൽ തന്നെ 2 സൈഡുകളിലും ഇതുപോലത്തെ സ്ട്രക്ചറുകൾ ഉണ്ടാകും. അപ്പോൾ ഇവർ ഇതേപോലെ ഇങ്ങനെ ട്യൂബുകളായിട്ടിരിക്കും. അത് അവിടെ ഫണല് പോലത്തെ സ്ട്രക്ചറുകളായിട്ടിരിക്കും. അങ്ങനെ പെയ്ഡായിട്ടുള്ള 2 എണ്ണമുള്ള ഓരോ സെഗ്മെന്റിലും കാണപ്പെടുന്ന, ഓരോ സെഗ്മെന്റിനകത്തും അറേഞ്ച് ചെയ്തിട്ടുള്ള കോയിൽഡ് ട്യൂബുകളാണ് ആര്? നെഫ്രിഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പാർട്ട്മെൻറ്റിനകത്തുണ്ടാകുന്ന വേസ്റ്റുകളെല്ലാം ഈ ഫണല് വഴി ഇവന്മാർ പിടിച്ചെടുത്ത് ഈ ട്യൂബിനകത്തുകൂടെ കൊണ്ടുവന്ന് ശരീരഭിത്തിയിലൂടെ പുറത്തേക്ക് കളയും. ഇതാണ് നെഫ്രിഡിയയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്ട്രക്ചറൊന്നും പഠിക്കണ്ട, ജസ്റ്റ് നെഫ്രിഡിയ എന്താണെന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഫൈലം അനലിഡയിൽ കാണപ്പെടുന്ന സെഗ്മെന്റലി അറേഞ്ച്ഡ് പെയ്ഡ് കോയിൽഡ് ട്യൂബുകളാണ് നെഫ്രിഡിയ എന്ന് പറയുന്നത്. ദീസ് ആർ ദ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഓഫ് ഫൈലം അനലിഡ. ഇനി ഇവരുടെ ലോക്കോമോഷൻ എങ്ങനെയാണെന്ന് നോക്കുക. ലോക്കോമോഷൻ നമ്മൾ ഒരു ലോക്കോമോട്ടറി ഓർഗൻ പറഞ്ഞു. ഇതിനകത്ത് വരുന്ന നീറിസ് അല്ലെങ്കിൽ സാൻഡ്വം എന്ന് പറയുന്ന ജീവിയുടെ ലോക്കോമോട്ടറി ഓർഗൻ പാരാപോഡിയ ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി എർത്തൂം എങ്ങനെയാണ് സഞ്ചരിക്കുക, മണ്ണിര എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് വെച്ചാൽ, മണ്ണിരയ്ക്ക് മൂവ് ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ ശരീരത്തിൽ മസിലുകൾ ഉണ്ടാകും. എങ്ങനെ? ഇതാണ് മണ്ണിരയെങ്കിൽ മണ്ണിരയുടെ ശരീരത്തിന് ഇങ്ങനെ റൗണ്ടായിട്ട് സർക്കുലറായിട്ടുള്ള മസിലുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനലായിട്ട് നീളത്തിന് അറേഞ്ച് ചെയ്ത മസിലുകളുണ്ടാകും. ഇവർ കോൺട്രാക്ട് ചെയ്യും റിലാക്സ് ചെയ്യും ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക? ഈ മണ്ണിര സഞ്ചരിക്കുന്നത്. പോരാത്തതിന് അഡീഷണലായിട്ട് സീറ്റേ എന്ന് പറയുന്നൊരു ലോക്കോമോട്ടറി സ്ട്രക്ചറും കൂടെ ഉണ്ടാകും. അതായത് അവരുടെ ബോഡിയിൽ പുറത്തേക്ക് തള്ളിയിരിക്കുന്ന ഒരു എസ് ഷേപ്പിലുള്ളൊരു സ്ട്രക്ചറാണ് ഈ സീറ്റ എന്ന് പറയുന്നത്. നമ്മുടെ വള്ളത്തിൻ്റെയൊക്കെ ചുണ്ടൻ വള്ളത്തിൻ്റെയൊക്കെ സൈഡിൽ ഇങ്ങനെ തുഴകളിരിക്കില്ലേ, അതുപോലെ ഇരിക്കുന്ന എസ് ഷേപ്പിലുള്ള ഇതാണ് ഒരു സീറ്റയുടെ സ്ട്രക്ചർ. ഇങ്ങനെ ഇരിക്കുന്ന സ്ട്രക്ചറാണ് സീറ്റ്. ഇത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ഇവർക്ക് സഞ്ചരിക്കാൻ പറ്റും. സീറ്റ ഈസ് ദ ലോക്കോമോട്ടറി ഓർഗൻ ഓഫ് എർത്തൂവം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൽ റീപ്രൊഡക്ഷനാണ് കാണപ്പെടുക. ഇനി ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയിലേക്ക് പോവുകയാണ്. ഇവരുടെ സർക്കുലേറ്ററി സിസ്റ്റം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഏതാണ് സർക്കുലേറ്ററി സിസ്റ്റം? ഫൈലം അനലിഡയുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ്. എന്താണ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം? ഇവിടെ രക്തം ഒഴുകുന്നതിന് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ് ഒഴുകുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം കുഴലുകൾ ഉണ്ടാകും. നമ്മുടെ ബോഡിയിലുള്ളതുപോലെ നമുക്കൊക്കെ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ്. നമ്മുടെ ബ്ലഡ് ഒഴുകുന്നത് പ്രത്യേകം ഞരമ്പുകളിലൂടെയാണ്, ട്യൂബുകളിലൂടെയാണ് ഒഴുകുക. ഒരിക്കലും ബ്ലഡ് എന്ത് ചെയ്യില്ല, ഈ ട്യൂബ് വിട്ട് വെളിയിൽ പോയി ടിഷ്യൂവിന് നേരിട്ട് സാധനങ്ങൾ കൊടുക്കില്ല. അല്ലെങ്കിൽ ടിഷ്യൂവിന് ബ്ലഡുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാവില്ല. ട്യൂബിനകത്തൂടെ മാത്രമേ ബ്ലഡ് ഒഴുകൂ. ഇതാണ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. അങ്ങനത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ആർക്കുണ്ടാകുക? ഫൈലം അനലിഡ് അല്ലെങ്കിൽ എർത്തൂവമിന് കാണപ്പെടുന്നത് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ്. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം.
ഇതൊരു അഡ്വാൻസ്ഡ് ക്യാരക്ടറാണ്. ഇനി നമ്മൾ ഈ ക്ലാസിഫിക്കേഷനിൽ അടുത്ത ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഈ ക്യാരക്ടറിൻ്റെ ഒരു പ്രിമിറ്റീവ് വേർഷൻ ആയിരിക്കും അവർക്ക് കാണുക. അവർക്ക് ഓപ്പൺ സെലക്ടീവ് സിസ്റ്റമാണ് ഉണ്ടാകുക. അപ്പോൾ ചോദിക്കും അതിനെടുത്ത് ഈ ഫൈലത്തിൻ്റെ താഴെ ഇട്ടാൽ പോരെ. പക്ഷേ അവർക്ക് ബാക്കി ഇപ്പോൾ 10 ക്യാരക്ടർ ഉണ്ടെങ്കിൽ 9 ക്യാരക്ടറും അവർക്ക് അഡ്വാൻസ്ഡ് ക്യാരക്ടർ ആയതുകൊണ്ട് ഒരു ക്യാരക്ടർ മാത്രം അല്പം കുറവ്. അതുകൊണ്ടാണ് അവരെടുത്ത് മുകളിൽ ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫൈലം അനലിഡയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഇത് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. ഇതിനകത്ത് വരുന്ന ഓർഗാനിസംസിനെ ഒന്ന് പരിചയപ്പെടുക. ഒരെണ്ണത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ആരാ? എർത്തുവം. ഫെരേറ്റിമ എന്നാണ് കക്ഷിയുടെ പേര്. ഫെരേറ്റിമ എന്ന് പറയുന്ന എർത്തുവം. അടുത്ത രണ്ടാമത്തെ ഓർഗാനിസം നീറിസ് അല്ലെങ്കിൽ സാൻഡുവം എന്ന് പറയുന്ന ഓർഗാനിസം. ഇനി മൂന്നാമത്തെ ആളാണ് ഹിർഡിനേറി അല്ലെങ്കിൽ ലീച്ച് എന്ന് പറയുന്ന ഓർഗാനിസം. ബ്ലഡ് സക്കിംഗ് ലീച്ച്. അതാണ് ഹിർഡിനേറിയ. നമ്മളെ കൊളയട്ട എന്ന് പറയുന്ന ജീവി. അതും ഈ ഗ്രൂപ്പിനകത്ത് വരുന്ന ഓർഗാനിസംസ് ആണ്. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ ഫൈലം അനലിഡയുടെ പ്രത്യേകത. ഇതിനകത്ത് ഓർക്കാനുള്ള കാര്യങ്ങൾ: ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ഇമ്പോർട്ടൻ്റ്. ആദ്യത്തെ സീലോമേറ്റ് ഗ്രൂപ്പ് ഇവരാണ്. അനലിഡയാണ്. ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ടത് മെറ്റാമറൈസേഷൻ പഠിച്ചിരിക്കണം, മെറ്റാമിയസ് പഠിച്ചിരിക്കണം. നെഫ്രിഡിയ എന്ന് പറയുന്ന എക്സ്ക്രീറ്ററി ഓർഗനെ കുറിച്ച് പഠിച്ചിരിക്കണം. സീറ്റെ പാരാപോഡിയ അതും പഠിച്ചിരിക്കണം. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ. ക്ലിയർ ആയല്ലോ? ഇത്രയേ ഉള്ളൂ ഫൈലം അനലിഡ. താങ്ക് യു.